പ്രിയപ്പെട്ടവരെ, KKM കുട്ടി വേങ്ങരയാണ്. ആദ്യമായിട്ടാണ് രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മളൊരു തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ്. ഈ വരുന്ന 5 വർഷക്കാലം കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിലുള്ളത്. കേരളത്തിലെ ജനങ്ങൾ ആകെ ഒന്നടങ്കം പറയുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ വരുന്ന 5 വർഷക്കാലത്തേക്ക് UDF ഭരണമേൽപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം അതിന് കാരണമൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്റെ വിഷയം വേങ്ങരയാണ്. നമ്മൾ വേങ്ങരയെ സംബന്ധിച്ചിടത്തോളം, വേങ്ങരക്കാരെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ഈ വരുന്ന 5 വർഷക്കാലം വേങ്ങരയിൽ ആര് MLA ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിലുള്ളത്. നമുക്കറിയാം, പ്രധാനമായിട്ടും വേങ്ങരയിൽ മത്സരിക്കുന്നത് 2 പ്രധാന മുന്നണികൾ തമ്മിലാണ്. ഒന്ന് UDF ആണ്, ഒന്ന് LDF ആണ്. UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ KM ഷാജിയും LDF സ്വതന്ത്രനായി സബാഹ് കുണ്ടുപോക്കലുമാണ് മത്സരിക്കുന്നത്. LDF സ്വതന്ത്രനായി മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഒരുപാട് കളവുകളുടെ കൂമ്പാരം നിരത്തിയാണ് വേങ്ങരയിൽ വോട്ട് ചോദിക്കുന്നത്. അതോടൊപ്പം വേങ്ങര ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തില്, വേങ്ങരയിൽ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത വിധത്തില് വർഗീയ ചാപ്പകുത്തിയാണ് അവര് വോട്ട് ചോദിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയുടെ വാക്കുകളെ വളച്ചൊടിച്ച്, അദ്ദേഹത്തിന്റെ വീഡിയോകൾ കട്ട് ചെയ്ത്, വോയിസുകൾ കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത വർഗീയ ചാപ്പകുത്തല്, അദ്ദേഹത്തെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് 4 വോട്ട് നേടാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വർഗീയത എന്താണ്, അതെന്തൊക്കെയായിരുന്നു, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറയാം. അതോടൊപ്പം ഇവർ പറയുന്നത് വേങ്ങരയിൽ ഒരു വികസനവും നടന്നിട്ടില്ല. വേങ്ങരയിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇതുവരെ ഒരു വികസനവും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വേങ്ങര ഉപേക്ഷിച്ച് മലപ്പുറത്തേക്ക് പോയത് എന്നൊക്കെയാണ് ഇവര് പ്രചരിപ്പിക്കുന്നത്. അതാണോ യാഥാർത്ഥ്യം? അവര് കണ്ണടച്ച അവർക്കെല്ലാം ഇരുട്ടാകുള്ളൂ, എല്ലാവർക്കും ഇരുട്ടാവോ? വേങ്ങരയുടെ അവസ്ഥ ഇതായിരുന്നോ ഒരു കാലത്ത്? 15 വർഷം വേങ്ങര മണ്ഡലം നിലവിൽ വന്നിട്ടായിട്ടുള്ളൂ. മലപ്പുറം മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു വേങ്ങര മണ്ഡലം, നമുക്കറിയാലോ. അതിനു മുമ്പ് നടന്ന വികസനങ്ങൾ ഒരുപാടുണ്ട് പറയാം, നമുക്കൊക്കെ അറിയാം. റോഡുകളും കുടിവെള്ള പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന കണ്ണമംഗലം പഞ്ചായത്തിലെ 10ാം വാർഡില്, എന്റെ 10ാം വാർഡില് ചെറു റോഡ് മിനിക്കടുത്ത് ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു കുടിവെള്ള പദ്ധതിയുണ്ട്, നിങ്ങൾക്കറിയാലോ. ഈ 15 കൊല്ലത്തിന് മുമ്പ് വന്ന ഒരു പദ്ധതിയാണത്. വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. പൂരകം പഞ്ചായത്തിന്റെയും കണ്ണമംഗലം പഞ്ചായത്തിന്റെ ഒക്കെ ദാഹം തീർത്തിരുന്ന ഒരു പദ്ധതിയാണത്. ഈ 15 കൊല്ലം മുമ്പ് വേങ്ങര മലപ്പുറം മണ്ഡലത്തിന്റെ ഭാഗമായപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ശ്രമഫലമായി വന്നിട്ടുള്ള പദ്ധതിയാണ് അത്. പക്ഷെ അതിനൊക്കെ മുമ്പ് നമ്മുടെ വേങ്ങരക്ക് ഒരു കാലം ഉണ്ടായിരുന്നു, നമുക്കറിയാലോ. ഇങ്ങനെ അല്ലല്ലോ നമ്മുടെ വേങ്ങര. ആ ഒരു കാലം നമ്മൾ മറന്നു പോകാൻ പാടുണ്ടോ? നമ്മുടെ ഉമ്മമാര്, നമ്മുടെ സഹോദരിമാര്, നമ്മളൊക്കെ ഒരിറ്റ് കുടിവെള്ളത്തിന് വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിച്ച് പഞ്ചായത്ത് കിണറുകളിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതും ഒരുപാട് സമയം വരി നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെ? അതിനുശേഷം വന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾക്ക് മുമ്പിൽ, റോഡ് സൈഡിലുള്ള പൈപ്പുകൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം വരി നിന്ന് വെള്ളം പിടിച്ചു വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതും നമുക്കറിയാവുന്നതല്ലേ അതൊക്കെ. അതാണോ ഇന്ന് വേങ്ങരയുടെ അവസ്ഥ? ഈ പ്രയാസങ്ങളൊക്കെ നീക്കാൻ വേണ്ടി ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏറ്റവും അവസാനം കൊണ്ടുവന്ന പദ്ധതിയാണ് ബാക്കിക്കയം പദ്ധതി. നമുക്കൊക്കെ അറിയാവുന്നതല്ലേ അത്. ആ ഒരു പദ്ധതിയിൽ നിന്ന് എത്ര പഞ്ചായത്തുകളിലേക്കാണ് ഇന്ന് കുടിവെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? ആ ബാക്കിക്കയം പദ്ധതിയുടെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ എതിർ സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടെ നാം മനസ്സിലാക്കണം. ഈ കൊട്ടം വേനൽക്കാലത്ത് വറ്റി വരണ്ട് കിടക്കുന്ന കടലുണ്ടിപ്പുഴയില് ഒന്ന് നീന്തി കുളിക്കാൻ വെള്ളമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോയി നീന്തുന്നതിന്റെയും ചിരിക്കുന്നതിന്റെയും വ്യായാമം നടത്തുന്നതിന്റെ ഒക്കെ കഥ പറയുന്ന ഈ എതിരാളിയായ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആളുകളൊക്കെ നീന്തിത്തുടിക്കുന്ന കടലുണ്ടിപ്പുഴ ആ കോലത്തിൽ ഈ കൊട്ടം വേനലിലും ആ വെള്ളം പിടിച്ചു നിർത്താൻ കാരണമായ ബാക്കിക്കയം പദ്ധതി അദ്ദേഹത്തിന്റെ കൺമുന്നിലുണ്ട് എന്നുള്ളത് അദ്ദേഹം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതിന്റെ ഒക്കെ ഭാഗമായി അല്ലേ ഇന്ന് വേങ്ങരയിലെ ഓരോ വീടുകളിലും അവരുടെ വീടിന്റെ മുറ്റത്ത്, അടുക്കളയിൽ വരെ പൈപ്പ് വെച്ച് കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളമെടുത്ത് ഉപയോഗിച്ച് സുന്ദരമായിട്ട് ജീവിക്കുന്നത്?
വേങ്ങരയുടെ ഏതോ ഉയർന്ന പ്രദേശങ്ങളിലുള്ള 3-4 വീടുകളിൽ വെള്ളം കിട്ടുന്നില്ല എന്നല്ല, വല്ലപ്പോഴും ഒക്കെ കിട്ടാതാവുന്നുണ്ട് എന്നുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്ത് പ്രചരിപ്പിച്ച് ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഇല്ലാന്ന് നമ്മൾ 100% നമ്മൾ ഒക്കെ എല്ലാം റെഡിയാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള 1-2 പ്രദേശത്ത് അത് തെരഞ്ഞു പിടിച്ചു പോയി വീഡിയോ ഒക്കെ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇവര് വേങ്ങരയിൽ ഒരു വികസനവും നടന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വേങ്ങര മണ്ഡലമായി മാറിയതിനു ശേഷം ആദ്യ 5 വർഷമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഭരണപക്ഷ MLA-യും മന്ത്രിയുമായിട്ടുള്ള സമയം കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. ആ വികസനം തുടർന്നു കൊണ്ടുപോകാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന വ്യക്തമായ കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മലപ്പുറത്തോടും അതുപോലെ വേങ്ങരയോടൊക്കെ കാണിച്ച അവഗണന നമുക്ക് മുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് സ്വപ്ന പദ്ധതികൾ നടക്കാതെ പോയത് ഈ ഗവൺമെന്റിന്റെ അവഗണന കൊണ്ടാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ വേങ്ങരയുടെ കുടിവെള്ളത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഒരു പരിധി വരെ വളരെ ചുരുങ്ങിയ ഏരിയകളിൽ മാത്രം ആയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് സമയം അദ്ദേഹത്തിന് കിട്ടിയില്ല. കാരണം 5 വർഷമാണ് ഭരണപക്ഷ MLA ആയിട്ട് അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടുള്ളത്, മന്ത്രിയായിട്ട് സമയം കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം വന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അവഗണന കൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള 1-2 സംഭവങ്ങൾ എടുത്തു കാണിച്ച് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചാണ് ഇവര് വേങ്ങരയിൽ വികസനം നടന്നില്ല എന്ന് പറയുന്നത്. അതുപോലെ വേങ്ങരയിലെ റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കൊക്കെ അറിയാമല്ലോ, അല്ലെ? നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ അതിനുശേഷമൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് എങ്ങനെ വന്ന് നല്ല നല്ല റോഡുകൾ വന്നു, റബ്ബറൈസ്ഡ് റോഡുകൾ വന്നു. ഇന്ന് വേങ്ങരയില് നല്ലൊരു ഭാഗം റോഡുകളും റബ്ബറൈസ്ഡ് ആണ്. അതിന്റെ അപ്പുറത്ത് ചെറിയ ഇടവഴികൾ പോലും ടാറിങ് ചെയ്തതോ അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതോ ആയ ഇടവഴികളല്ലാത്ത ഏതെങ്കിലും ഒരു ഇടവഴി ഇന്ന് വേങ്ങരയിൽ തെരഞ്ഞു നോക്കിയാൽ കാണും. ഇതായിരുന്നോ വേങ്ങരയിലെ റോഡ് സൗകര്യം? എന്നിട്ട് ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോ വേങ്ങരയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന 1-2 റോഡിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പ്രചരിപ്പിച്ച് ഇവർ പറയുകയാണ് വേങ്ങരയിൽ ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ എന്റെ വീടിന്റെ മുന്നിലൂടെ മിനി കാപ്പ് റോഡ് കിള്ളക്കോട്ടേക്ക് പോകുന്ന റോഡിന്റെ റബ്ബറൈസ്ഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ട് താമസിച്ചു എന്ന് കൂടെ നാം അറിയണ്ടേ? ഈ 10 വർഷം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ അവഗണനയുടെ ഫലമല്ലേ ഇതൊക്കെ? അവര് ഫണ്ട് നൽകാത്തത് കൊണ്ട് താമസിച്ചു പോയതല്ലേ ഇതൊക്കെ? ഇതൊക്കെ നാം അറിഞ്ഞിരിക്കണ്ടേ? ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടല്ലേ ഇവര് ഇങ്ങനെ വേങ്ങരയിലെ ഒരു വികസനവും നടന്നിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നത്? വേങ്ങരയിലെ വന്ന പാലങ്ങൾ നമുക്കറിയാലോ, അല്ലെ? നമുക്കൊരു കാലത്ത് കോട്ടക്കലിലേക്ക് പോകണമെങ്കിൽ, അതല്ലെങ്കിൽ ആ ഭാഗങ്ങളില് പൂക്കിപ്പറമ്പ്, എടരിക്കോട്, പുതുപ്പറമ്പ് ഭാഗത്തേക്ക് പോകണമെങ്കിൽ വേങ്ങരക്കാരുടെ അവസ്ഥ എന്തായിരുന്നു? ഒന്നിക്കല് നമുക്ക് തോണി കയറി പോകേണ്ടിരുന്നു, അല്ലെ? അതല്ലെങ്കിൽ കൂരിയാട് കക്കാട് വഴി തിരിഞ്ഞ് ഹൈവേയിലൂടെ വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. മലപ്പുറത്തൂടെ ഒന്നുകിൽ ഇങ്ങോട്ട് വരണമായിരുന്നു. ഇന്ന് വേങ്ങരയിലെ അവസ്ഥ എന്താണ്? എത്ര പാലങ്ങളാണ് വേങ്ങരയിൽ വന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അല്ലെ? പിന്നെ ആദ്യ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭരണപക്ഷ MLA ആയിരുന്ന ആദ്യ 5 വർഷക്കാലത്ത് ഇടതുപക്ഷത്തിന്റെ നേതാക്കള് VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ പ്രചരിപ്പിച്ചത് നമ്മളൊക്കെ കേട്ടതാണ്. കുഞ്ഞാലിക്കുട്ടി എല്ലാ വികസനവും മലപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. വാർത്താ മാധ്യമങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടെ വാർത്ത കൊടുത്തൊരു സംഭവമാണ് അത്, നമുക്കറിയാലോ. എല്ലാ വികസനങ്ങളും മലപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ വാർത്ത. മാധ്യമം ദിനപത്രം ഒരു സർവേ നടത്തി, കടലുണ്ടി പുഴയ്ക്ക് മുകളിൽ വന്ന പാലങ്ങളുടെ കണക്കെടുത്തു, ഫോട്ടോ അടക്കം കൊടുത്തു. VS പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട് എന്നുള്ളത്, അല്ലെ? ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അതുപോലെ ET മുഹമ്മദ് ബഷീർ സാഹിബ് മലപ്പുറത്തേക്ക് കുറച്ച് +2 ക്ലാസ്സുകൾ അനുവദിച്ചപ്പോ ഗവർണർക്ക് കത്ത് കൊടുത്തൊരു പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞു പോയിട്ടുണ്ട് കേരളത്തിൽ. VS അച്യുതാനന്ദൻ കത്ത് കൊടുത്തു, ET മുഹമ്മദ് ബഷീർ സാഹിബ് +2 ക്ലാസ്സുകളൊക്കെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ സഖാക്കളുടെ അനുയായികളാണ് ഇപ്പൊ പറയുന്നത് മലപ്പുറത്തും വേങ്ങരയിലൊന്നും ഒരു വികസനവും വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. എന്തൊരു തമാശയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. വേങ്ങരയില് കടലുണ്ടിപ്പുഴയ്ക്ക് മുകളിൽ വന്ന പാലങ്ങളുടെ കണക്കൊന്ന് എടുത്തു നോക്കണം പ്രിയപ്പെട്ട സഖാക്കളെ. നിങ്ങൾ നമ്മുടെ വേങ്ങരയിലെ സ്കൂൾ കെട്ടിടങ്ങൾ, പുതിയതായിട്ട് വന്ന സ്കൂൾ കെട്ടിടങ്ങൾ ഒന്ന് പോയി കാണണം. വേങ്ങരയുടെ എല്ലാ ഭാഗത്തും പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളൊന്ന് സഞ്ചരിച്ചിട്ട് അവിടെ ഉണ്ടാവും ഫലകങ്ങൾ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേര് ചെയ്ത ഫലകങ്ങളും KNA ഖാദർ സാഹിബിന്റെ കുറഞ്ഞ സമയത്താണെങ്കിലും അദ്ദേഹം നടത്തി കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങളുടെ പേര് ആ ഫലകങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
അതൊന്ന് എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി നിങ്ങൾ, എന്നിട്ട് പറയും വേങ്ങരയിൽ വികസനം വന്നിട്ടില്ല എന്നുള്ളത്. വേങ്ങരയിൽ ട്രഷറി വന്നു അല്ലെ, ആര് കൊണ്ടുവന്നതാ? വേങ്ങരയിലെ സബ് രജിസ്ട്രാർ ഓഫീസ് വന്നു, ആര് കൊണ്ടുവന്നതാ? വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വേങ്ങരയിലെ പോലീസ് സ്റ്റേഷൻ ഇന്ന് സുന്ദരമായ സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്, ആര് കൊണ്ടുവന്നതാ? ഇതൊക്കെ കണ്ടിട്ടുണ്ടോ സഖാക്കള് നിങ്ങൾ? വേങ്ങരയുടെ ആരോഗ്യ മേഖല നമുക്കറിയാലോ. വേങ്ങരയിൽ ഹെൽത്ത് സെന്ററിന്റെ അവസ്ഥ എന്തായിരുന്നു, ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് 100% തികഞ്ഞു എന്ന പിന്നെ അവകാശവാദം നമുക്കില്ല. പക്ഷെ എന്നാലും ഒരുപാട് സൗകര്യങ്ങൾ വർദ്ധിച്ചില്ലേ, പുതിയ കെട്ടിടങ്ങൾ വന്നില്ലേ? അവിടെ ഒരു ഡയാലിസിസ് സെന്റർ കൊണ്ടുവരാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ശ്രമിച്ചിട്ട് ഈ 10 വർഷം ഭരിച്ച ഗവൺമെന്റ് അതിന് ഒരു ഫണ്ട് പാസ്സായി കൊടുത്തിട്ടില്ല, നമുക്കറിയാവുന്നതല്ലേ. മറ്റുള്ള പഞ്ചായത്തുകളിൽ ഹെൽത്ത് സെന്ററുകൾ വന്നില്ലേ? എന്റെ കണ്ണമൂലം പഞ്ചായത്തിൽ വന്നില്ലേ പുതിയ കെട്ടിടത്തിൽ ഹെൽത്ത് സെന്റർ? ഇതൊക്കെ നമ്മുടെ മുന്നിലില്ലേ? ഇതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ ഈ കള്ള പ്രചരണങ്ങൾ നടത്തുന്നത്? വേങ്ങരയിലെ അംഗൻവാടികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? വല്ല സ്മാർട്ടായിട്ടുള്ള എത്ര അംഗൻവാടികൾ വേങ്ങരയിൽ വന്നു? ഈ സഖാക്കൾക്ക് അതിന്റെ കണക്കുണ്ടോ? ഇതൊക്കെ ആര് കൊണ്ടുവന്നതാ? വേങ്ങരയിലെ 1,00,000 വീട് കോളനികൾ നിങ്ങൾക്കറിയാലോ. ഒരു സമയത്ത് ഇരട്ട വീടുകളായിരുന്നു വേങ്ങരയിലെ 1,00,000 വീട് കോളനികൾ. നിങ്ങളിപ്പോ ഇതിനു മുമ്പ് ലീഗ് ചൂരൽമലയിൽ അവിടുത്തെ പാവങ്ങൾക്ക് കൊടുത്ത വീടിനെ കുറിച്ച് പറഞ്ഞ ഒരു കള്ള പരാതി ഉണ്ടായിരുന്നു അല്ലെ, ഇവിടെ ആണിയടിച്ച അപ്പുറത്തുള്ള ആൾക്ക് സൗണ്ട് കേൾക്കാമെന്ന്. അതായിരുന്നു വേങ്ങരയിലെ 1,00,000 വീട് കോളനിയുടെ അവസ്ഥ. സത്യത്തില് നിങ്ങൾ പ്രചരിപ്പിച്ച കള്ളപ്രചരണം ചൂരൽമലയിലെ വീട് അതല്ല എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. പക്ഷെ നിങ്ങൾ പ്രചരിപ്പിച്ച അതേ അവസ്ഥയായിരുന്നു വേങ്ങരയിലെ 1,00,000 വീട് കോളനികളുടെ അവസ്ഥ. അത് ഇന്ന് ഇരട്ട വീടുകളൊക്കെ ഒറ്റ വീടുകളാക്കി കൊടുത്ത് നമ്മളൊക്കെ താമസിക്കുന്ന പോലെ ഒറ്റ വീടുകളിൽ താമസിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ആരാ? വേങ്ങരയിലെ MLA കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്ലേ. അതുപോലെ വേങ്ങരയിലെ കോളനികൾ, അതിന്റെയൊക്കെ വികസനത്തിന് വേണ്ടി MLAയും നമ്മുടെ ജനപ്രതിനിധികളും നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾക്കറിയോ? ഈ അടുത്ത കാലത്താണ് എന്റെ തൊട്ടടുത്തുള്ള ചണ്ണയിൽ കോളനിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് 40 ലക്ഷം രൂപ അനുവദിച്ചതിന് പുറമെ നമ്മുടെ ജനപ്രതിനിധികൾ 1 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ച് അതിന്റെ വികസനത്തിന് വേണ്ടി ചെലവാക്കിയത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയോ? ഇതൊക്കെ മറച്ചു വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ പ്രചാരണം നടത്തുന്നത്? വേങ്ങരയിലെ റോഡുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. വേങ്ങരയിലെ വികസനം അറിയണമെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യണം. മലപ്പുറം വിട്ട് കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ പതിറ്റാണ്ടുകളായി LDFന്റെ MLAമാര് പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളിലൂടെ ഒന്ന് പോയി നോക്കണം. അവിടെയുള്ളവരോടൊന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പൊ അറിയാം വേങ്ങരയിലെ വികസനത്തിന്റെ പിന്നെ ലെവൽ എന്താ എന്നുള്ളത്. ഞാനൊരു പ്രവാസിയാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കൊയിലാണ്ടിക്കാരായിട്ടും കണ്ണൂർ ഒക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ പലപ്പോഴും എന്റെ വീട്ടിൽ വരാറുണ്ട്. അവർ വരുമ്പോ അവരിൽ നിന്ന് അറിഞ്ഞത്, ഞാൻ അവിടെ പോവാറുണ്ട്, പലപ്പോഴും പോകാറുണ്ട്, ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അവിടെയൊക്കെയുള്ള വികസനമില്ലായ്മയും വേങ്ങരയുടെ വികസനവും എന്താണെന്നുള്ളത് അറിഞ്ഞ ഒരാളാണ് ഞാൻ. നിങ്ങളൊന്ന് പോയി നോക്കണം അവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കണം അവിടെയൊക്കെ എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത്. അവർ കുത്തകയാക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളുടെ ഒക്കെ അവസ്ഥ ഒന്ന് 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 അറിഞ്ഞു നോക്കണം നിങ്ങൾ. അപ്പൊ അറിയാം വേങ്ങരയിൽ വികസനം വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്.